Hi, all. Welcome to a new session of investment management. Here we are going to continue the topic fundamental analysis. In this session, I am going to explain advantages of fundamental analysis. The first one is long-term trend. The fundamental analysis give a long-term trend of the economy, industry or company. ലോങ് ട്രെൻഡ് കാണിക്കുകയാണ് എന്ത് ഫണ്ടമെൻ്റൽ അനാലിസിസ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടുന്നത്. സെക്കൻഡ് വൺ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വാല്യൂ. ഒരു ഇൻഡസ്ട്രീൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ റിയൽ വാല്യൂ എത്ര അല്ലെങ്കിൽ റിയൽ വർത്ത് എത്ര എന്നാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ഒരു ഇൻവെസ്റ്റർക്ക് മനസ്സിലാവുക. തേർഡ് വൺ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ബിസിനസ്. ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ ആക്ച്വൽ ബിസിനസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഫണ്ടമെൻ്റൽ അനാലിസിസ് കൊണ്ട് പറ്റുന്നതാണ്. ഫോർത്ത് വൺ ഈസ് നോയിങ് ദ കമ്പനി എന്താണ്, അതിൻ്റെ മോട്ടീവ്സ് എന്താണ്, ഗോൾ എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടിയാണ്. സോ ദീസ് ആർ ദ വേരിയസ് അഡ്വാൻറ്റേജസ് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ദ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ക്രിറ്റിസിസം ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഫസ്റ്റ് വൺ ഈസ് ഡിഫക്റ്റീവ് പ്രാക്ടീസ്. എന്താണ്? ഇറ്റ് ഈസ് ഡിഫക്റ്റീവായൊരു പ്രാക്ടീസാണ് എന്നാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. പല സ്റ്റാറ്റിസ്റ്റീഷ്യനും അതിനെ എന്താണ് ഇറ്റ്സ് ഇൻഹെറൻ്റ്ലി ഡിഫക്റ്റീവ് എന്നാണ് പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, എന്താണ് ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് മാത്രം അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ഇൻഡസ്ട്രീനെ കുറിച്ചോ അല്ലെങ്കിൽ കമ്പനീനെ കുറിച്ചോ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പല സ്റ്റാറ്റിസ്റ്റീഷ്യനും ഈ ഒരു ക്രിറ്റിസിസം പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ അൺസയൻറ്റിഫിക് പ്രോസസ്സ്. ഇതെന്താണ്? സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത ഒരു പ്രോസസ്സൊന്നുമല്ല ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. സോ ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. നെക്സ്റ്റ് തേർഡ് വൺ ടൈം കൺസ്യൂമിങ്. സോ നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്കണോമി, ഇൻഡസ്ട്രി ആൻഡ് കമ്പനീൻ്റെ 3 ലെവലുകളും അനലൈസ് ചെയ്യണം. സോ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. ഫോർത്ത് വൺ ഇൻഡസ്ട്രി ഓർ കമ്പനി സ്പെസിഫിക്. ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയോ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രീനെ മാത്രം സ്പെസിഫൈ ചെയ്തായിരിക്കും ഇവിടെ അനാലിസിസ് കംപ്ലീറ്റ് ആവുക. മറ്റ് ഇൻഡസ്ട്രീനോ മറ്റ് കമ്പനീനോ ഒന്നും അതൊരു ഇതിലോ അതൊക്കെ എന്താണ് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് കംപ്ലീറ്റ് ആക്കുന്നത്. സോ ഇതിൽ ഇൻഡസ്ട്രി ഓർ കമ്പനി സ്പെസിഫിക് ആണ് എപ്പോഴും. സോ ഇറ്റ്സ് ഹാവ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. ഫിഫ്ത്ത് വൺ സബ്ജക്റ്റിവിറ്റി. എന്താണ് സബ്ജക്റ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണോ അനലൈസ് ചെയ്യുന്നത് അത് മാത്രമാണ് ഇവിടെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത് എത്രത്തോളം ഉണ്ട്, ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ്, എക്കണോമിയിലെ മൂവ്മെൻറ്റ് ഇന്നതാണെന്ന് അല്ലെങ്കിൽ അപ്വേർഡ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡാണ് കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് എത്രത്തോളം ഉണ്ട് എന്നൊന്നും ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ദെൻ അനലിസ്റ്റ് ബയാസ്. അനലൈസ് ചെയ്യുന്ന അനലിസ്റ്റുകളുടെ ബയാസുകളുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ദീസ് ആർ ദ വേരിയസ് ക്രിറ്റിസിസം ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. Next we are going to discuss the tools of fundamental analysis. The various tools are used for analyzing the fundamental factors of the industry, economy or company. By analyzing the fundamental factors, we actually find the value of the firm. First one is earning per share, EPS. EPS is equal to net earnings divided by outstanding shares. ഏണിംഗ് പെർ ഷെയർ കൂടിയ ഒരു കമ്പനിയും ഏണിംഗ് പെർ ഷെയർ കുറഞ്ഞ ഒരു കമ്പനിയും കമ്പയർ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ടൂളാണിത്. ഇവിടെ EPS കൂടിയൊരു കമ്പനീനെ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാൻ എപ്പോഴും പ്രിഫറബിൾ ആയിട്ടുള്ളത്. സോ നോക്കുക, കമ്പനി എയിൽ ഏണിംഗ് 100 ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ 10 ആണ്, EPS 10 ആണ്. കമ്പനി ബിയിൽ ഏണിംഗ് 100, ഷെയർ 50, സോ EPS 2 ആണ്. ഇവിടെ ഏണിംഗ് പെർ ഷെയർ 100 ഉള്ള എ എന്ന കമ്പനി ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും പ്രിഫറബിൾ ആയിട്ടുള്ളത്. Then price earning ratio. It give an idea of what the market is willing to pay for company's earnings. കമ്പനിയുടെ ഏർണിങ്സിന് മാർക്കറ്റ് എത്രത്തോളം പ്രൈസ് പേ ചെയ്യാൻ വില്ലിങ് ആണ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ടൂളാണ് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡ് ബൈ EPS ആണ് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. സപ്പോസ് ദ സ്റ്റോക്ക് പ്രൈസ് 100 ആണ്, EPS 100 ആണെങ്കിൽ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ 1 ആയിരിക്കും. ദെൻ സ്റ്റോക്ക് പ്രൈസ് 200 ആണ്, EPS 100 സെയിം ആണെങ്കിൽ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ 2 ആയിരിക്കും. സോ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ 2 ഉള്ള കമ്പനി ആയിരിക്കും എപ്പോഴും പ്രിഫറബിൾ. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ഹയർ ദ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ
higher will be the value of the firm. Okay. Then projected earning growth. Projected earning growth is equal to current price divided by EPS. പ്രൈസ് ഏർണിംഗ് റേഷ്യോയിൽ സ്റ്റോക്കിൻ്റെ എക്സാക്ട് പ്രൈസ് വെച്ചുകൊണ്ടാണ് എന്ത് അവിടെ ആ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ പ്രൊജക്റ്റഡ് ഏർണിംഗ് ഗ്രോത്തിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയെന്ന് അനലൈസ് ചെയ്തുകൊണ്ടാണ് എന്ത് നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പ്രൊജക്റ്റഡ് ഏർണിംഗ് ഗ്രോത്ത്. അപ്പോൾ പ്രൊജക്റ്റഡ് ഏർണിംഗ് ഗ്രോത്ത് കൂടിയൊരു കമ്പനിക്ക് അതിൻ്റെ വാല്യൂയും കൂടുതൽ ഹൈലി സ്ട്രോങ് ഫേം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. That means a stock with high PE and high projected earning growth, that could be a good firm. The next one is price to sales ratio. ഇത്ര നല്ല ഏർണിങ്സിൻ്റെ ബേസിലായിരുന്നു നമ്മൾ ആ എല്ലാ ടൂളുകളും യൂസ് ചെയ്തത്. എന്നാൽ ഏർണിങ്സ് ഒരു മാറ്റർ ഓഫ് ഫാക്ടർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. ദാറ്റ് മീൻസ് പല കമ്പനികളും ഏർണിങ്സ് എത്രത്തോളം ഉണ്ടായിക്കൊള്ളുന്നില്ല, എന്നാൽ അതിൻ്റെ വാല്യൂ അതിൻ്റെ വർത്തിനനുസരിച്ച് അത് ഇപ്പോഴും ക്രെഡിബിൾ ആയൊരു ഫേമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഓൺലി ബേസ്ഡ് അപ്പോൺ ദ സെയിൽസ് ഓഫ് ദാറ്റ് ഫേം. സോ സെയിൽസ് ആണ് എന്ത് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. പ്രൈസും സെയിൽസും കൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് റേഷ്യോ ഫ്രെയിം ചെയ്യുന്നതാണ് എന്ത് നെക്സ്റ്റ് വൺ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. ദിസ് മെഷർ ലുക്ക് അറ്റ് ദ കറൻറ്റ് സ്റ്റോക്ക് പ്രൈസ് റിലേറ്റീവ് ടു ദ ടോട്ടൽ സെയിൽസ് പെർ ഷെയർ. Price to sales ratio is equal to stock price divided by sales price per share. ഇപ്പം സ്റ്റോക്കിന് പ്രൈസ് അത് തന്നെയായിരിക്കും, പക്ഷേ എന്നാൽ സെല്ലിംഗ് പ്രൈസ് ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ സെയിൽസ് പ്രൈസ് എത്രത്തോളം മാറുന്നതനുസരിച്ച് എന്താണ് അതിൻ്റെ വാല്യൂവിൽ മാറ്റം ഉണ്ടാവും. സോ എന്താണ് സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ 100 ആണ്, എന്നാൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 50 ആണെന്ന് വെക്കുക. സോ എന്താണ് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ 2 ആയിരിക്കും. 100 ഡിവൈഡ് ബൈ 50 ഈസ് ഈക്വൽ ടു 2 ആണ്. ദെൻ ഇൻ അതർ കേസ് സ്റ്റോക്ക് പ്രൈസ് 100 ആണ്, സെയിൽസ് പ്രൈസ് 100 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 50 നിന്ന് ആദ്യം പറഞ്ഞ ഫേമിന് 50 ആയിരുന്നു സെല്ലിംഗ് പ്രൈസ്, ഇവിടെ സെയിൽസ് പ്രൈസ് 100 ആയെങ്കിൽ വാല്യൂ എന്തായി മാറുന്നെങ്കിൽ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ 100 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 1 ആയി മാറി. സോ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ 1 ഉള്ള ഫേം ആയിരിക്കും എന്ത് 2 ഉള്ള ഫേമിനേക്കാളും വാല്യൂ ഉള്ള ഫേം എന്ന് പറയാൻ പറ്റുക. സോ ലോവർ ദ PS റേഷ്യോ ബെറ്റർ ദ വാല്യൂ. ദെൻ പ്രൈസ് ടു ബുക്ക് റേഷ്യോ. ബുക്ക് വാല്യൂമായി കമ്പയർ ചെയ്തിട്ടാണ് എന്ത് ഇവിടെ അനലൈസ് നടത്തുന്നത്. ആ ടൂളാണ് എന്ത് പ്രൈസ് ടു ബുക്ക് റേഷ്യോ. ദെൻ PB റേഷ്യോ ഇസ് ഈക്വൽ ടു ഷെയർ പ്രൈസ് ഡിവൈഡ് ബൈ ബുക്ക് വാല്യൂ. ലോവർ ദ PB ബെറ്റർ ദ വാല്യൂ. സപ്പോസ് ഒരു ഫേമിൽ ഷെയറിൻ്റെ പ്രൈസ് 100 ആണ്, ബുക്കിൽ അതിൻ്റെ ഫേമൻസ് ബുക്ക് വാല്യൂ ഇട്ടേക്കുന്നത് 50 ആണെന്ന് വിചാരിക്കാം. സോ അതിൻ്റെ PB റേഷ്യോ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ. ദെൻ അനദർ ഫേം ഷെയർ പ്രൈസ് 100 ആണ്, ബുക്ക് വാല്യൂ 25 ആണ്. ദാറ്റ്സ് PB റേഷ്യോ ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 25 4. സോ 2 ഉള്ള ഫേമുണ്ട്, അതേപോലെ 4 ഉള്ള ഫേമുണ്ട്. അപ്പോൾ ബുക്ക് വാല്യൂ ആണെന്ത് ഇവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത്. ബുക്ക് വാല്യൂ ആയിരിക്കും എപ്പോഴും ഗുഡ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം ആദ്യം പറഞ്ഞ ഫേമിൽ 100 ഡിവൈഡ് ബൈ 50 ആയിരുന്നു, ബുക്ക് വാല്യൂ അവിടെ 50 ആണ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞ 100 ഡിവൈഡ് ബൈ 25 ആണ്, ബുക്ക് വാല്യൂ എത്രയാണ് 25 ആണ്. അപ്പോൾ ബുക്ക് വാല്യൂ കൂടിയ ഫേം ആയിരിക്കും എപ്പോഴും ബെറ്റർ. സോ റേഷ്യോ കുറവായിരിക്കുന്നത് ലോവർ ദ PB റേഷ്യോ ബെറ്റർ ദ വാല്യൂ. ഓക്കെ. PB റേഷ്യോ കുറവുള്ള ഫേമിന് വാല്യൂ കൂടുതലായിട്ട് ഇൻവെസ്റ്റർ മനസ്സിലാക്കി ആ ഒരു ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ദ നെക്സ്റ്റ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ EPS. വാട്ട് എ കമ്പനീസ് പേ ഔട്ട് ടു ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ആയിട്ട് ഒരു കമ്പനി എത്രത്തോളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനാണ് എന്ത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പല കമ്പനിയും പല രീതിയിലായിരിക്കും ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പനി കൊടുക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 33% ആയിരിക്കും, ചില കമ്പനി 66% ആയിരിക്കും. ഇവിടെ ഡിവിഡൻഡ് എന്ന ഏർണിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർക്ക് 66% തരുന്ന കമ്പനി പ്രിഫർ ചെയ്യാം.
എന്നാൽ റെഗുലർ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാതെ ഗ്രോത്തിലാണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിലാണ് ഒരു ഇൻവെസ്റ്റർ നോട്ടമിട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കുറഞ്ഞ ഫേം സെലക്ട് ചെയ്യാം. സോ ദീസ് ആർ ദ based upon the tool dividend payout ratio. The next, dividend yield. Dividend yield is equal to annual dividend per share divided by stock price per share. It tells us what percentage return a company pays out to shareholders in the form of dividend. എത്രത്തോളം ഡിവിഡൻഡ് ആകെയുള്ള ഏർണിങ്സിൽ എത്രത്തോളം എന്താണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണെന്ത് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ. സോ ഓട്ടോമാറ്റിക്കലി ഹയർ ദ റേഷ്യോ ബെറ്റർ ദ വാല്യൂ. ഓക്കെ, എപ്പോൾ നോക്കാം ഇവിടെ ഇൻവെസ്റ്ററുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഏത് ഡിവിഡൻഡ് വേണം ഏത് സ്റ്റോക്ക് അല്ലെങ്കിൽ ഏത് ഷെയർ വേണമെന്ന് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ദ നെക്സ്റ്റ് വൺ ഈസ് ബുക്ക് വാല്യൂ. ആക്ച്വലി ബുക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി. ബുക്ക് വാല്യൂവിൻ്റെ ബേസിലാണെന്ത് ഇവിടെ ഷെയർ സെലക്ട് ചെയ്യേണ്ടത്. Book value appeal more to value investors who look at the relationship of stocks price by using the price book ratio. ബുക്ക് വാല്യൂ കൂടുതലുള്ള ഫേമിൽ എന്താണ് അവരുടെ ഏർണിങ്സും ഗ്രോത്തും കൂടുതലാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ബുക്ക് വാല്യൂ കൂടിയ ഫേം വാല്യൂ കൂടുതലുള്ള ഫേമായിട്ടാണ് കൺസിഡർ ചെയ്യുക. അവരുടെ റിയൽ ബുക്കിൽ എന്താണ് അവരുടെ എല്ലാ അസറ്റും ലയബിലിറ്റീസും കൺസിഡർ ചെയ്യുമ്പോൾ ബുക്ക് വാല്യൂ കൂടുതലാണ്. സോ മാർക്കറ്റ് ഒന്ന് കമ്പയർ ചെയ്തൊന്നും നോക്കണ്ട, എന്താണ് ബുക്ക് വാല്യൂ കൂടുതലുള്ള ആ ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഇൻവെസ്റ്റർക്ക് പ്രിഫറബിൾ ആണ്. ദ നെക്സ്റ്റ്, പ്രോഫിറ്റ് മാർജിൻ. ഹൗ മച്ച് ദ കമ്പനി കീപ്സ് ഇൻ ഏർണിംഗ് ഔട്ട് ഓഫ് എവറി റുപ്പി ഓഫ് ദെയർ റവന്യൂ. അവരുടെ റവന്യൂവിൽ എത്രത്തോളം എന്താണ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ടൂളാണെന്ത് പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ. Here the profit margin is equal net profit divided by revenue. ആക്ച്വൽ റവന്യൂവിൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഹയർ പ്രോഫിറ്റ് മാർജിൻ ഇൻഡിക്കേറ്റ് ദ കമ്പനി ഹാസ് ബെറ്റർ കൺട്രോൾ ഓവർ ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ എന്താണ് ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഒന്നെങ്കിൽ എന്താണ് കോസ്റ്റ് കുറച്ചുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. സോ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ഉള്ള ഫേമാണ് അല്ലെങ്കിൽ ഈ മാർജിൻ നെറ്റ് profit margin higher firm indicate that they have a better value on that industry. ആ ഇൻഡസ്ട്രിയിൽ നല്ലൊരു വാല്യൂ കീപ്പ് ചെയ്യുന്ന ഫേം ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ റിട്ടേൺ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. It is a measure of how efficiently a company is in generating its profit. ഇവിടെ കമ്പയർ ചെയ്യുന്നത് ഷെയർ ഹോൾഡറിൻ്റെ ഇക്വിറ്റിയും നെറ്റ് ഇൻകവും തമ്മിലാണ്. എങ്ങനെയാണ് നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഒരു കമ്പനി എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാണ്. സോ ഓട്ടോമാറ്റിക് റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂടുതലുള്ള ഫേം ഹൈ വാല്യൂ അച്ചീവ് ചെയ്യുന്ന ഫേം ആണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റർക്ക് അത് പ്രിഫർ ചെയ്യണോ വേണ്ടയോ എന്ന് ഡിറ്റർമിൻ ചെയ്യും. So these are the various tools which are used for analyzing the fundamental factors of industry, economy and company.